ഓരോ ദിവസവും വിജയിക്കുന്ന രാഹുലും നാണം കെട്ടി തല താഴുന്ന മോദിയും. അതെ, സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ പോരാട്ടം സംവരണം തട്ടിയെടുക്കാനുള്ള BJPയുടെ പദ്ധതികളെ പാടെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ BJPയും നരേന്ദ്രമോദിയും ഒന്നിനു പുറകെ ഒന്നായി പ്രതിപക്ഷത്തിനും രാഹുലിനും മുന്നിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. സംവരണം തട്ടിയെടുക്കാനുള്ള പുതിയ നീക്കങ്ങളുമായി BJP വീണ്ടും വരുമെന്നും അപ്പോഴും രാഹുലും കോൺഗ്രസും മുന്നിലുണ്ടാകുമെന്നും ഖാർഗെ പറഞ്ഞു. നേര് പറഞ്ഞാൽ നരേന്ദ്രമോദി ഇപ്പോഴാണ് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ രാഹുലിന്റെ ചൂടറിയുന്നത്. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഒടുവിൽ ലാറ്ററൽ എൻട്രി നിയമനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയിരിക്കുകയാണ്. UPSCയോട് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരസ്യങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കത്തയച്ചു. പ്രതിപക്ഷത്തിന് പുറമെ സർക്കാരിലെ സഖ്യകക്ഷികളിൽ നിന്നും കടുത്ത സമ്മർദ്ദം നേരിട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി UPSCക്ക് കത്തയച്ചത്. 2014 മുൻപുള്ള പ്രധാന ലാറ്ററൽ എൻട്രികളിൽ ഭൂരിഭാഗവും അഡ്ഹോക് രീതിയിലാണ് നടത്തിയത്. പക്ഷാപാതപരമായ നടപടികൾ ആരോപിക്കപ്പെടുന്ന കേസുകൾ ഉൾപ്പെടെ. എന്നാൽ ഞങ്ങളുടെ സർക്കാർ തികച്ചും സുതാര്യവും തുറന്ന രീതിയിലുമുള്ളതുമാക്കാനുമാണ് ശ്രമിക്കുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് UPSC ചെയർപേഴ്സൺ പ്രീതി സുദന് അയച്ച കത്തിൽ പറയുന്നു. ലാറ്ററൽ എൻട്രി സമത്വത്തിന്റെയും സാമൂഹിക നീതിയുടെയും തത്വങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വസിക്കുന്നതായും ജിതേന്ദ്ര സിംഗ് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ഈ പ്രസ്താവന രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന നാടകമാണെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സംവരണ പ്രക്രിയയും പാലിക്കാതെയാണ് മുൻ സർക്കാരുകൾ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറി, UIDAIയിലെ താക്കോൽ സ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് വ്യക്തികളെ നിയമിച്ചതെന്നും മന്ത്രി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ BJPയുടെ സഖ്യകക്ഷികളായ LJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാൻ ഇതിനെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്നും ചൂണ്ടിക്കാട്ടി. എന്നാൽ നിതീഷ് കുമാറിന്റെ JDU ഇതിനെ നഖശികാന്തം എതിർത്തു മുന്നോട്ട് വന്നിരുന്നു. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ ഉന്നത തസ്തികകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തേടി UPSC കഴിഞ്ഞ ആഴ്ച പരസ്യം നൽകിയിരുന്നു. ഈ സ്ഥാനങ്ങളിൽ 24 മന്ത്രാലയങ്ങളിലെ ജോയിന്റ് സെക്രട്ടറി, ജനറൽ ഡെപ്യൂട്ടി സെക്രട്ടറി എന്നിവർ ഉൾപ്പെടെ ആകെ 45 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലെ ലാറ്ററൽ എൻട്രി എന്നത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെയുള്ള പരമ്പരാഗത സർക്കാർ സർവീസ് കേഡറുകൾക്ക് പുറത്തുള്ള വ്യക്തികളെ സർക്കാർ വകുപ്പുകളിലെ മധ്യ, സീനിയർ ലെവൽ തസ്തികകളിൽ നിയമിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തിന് എതിരെയാണ് കടുത്ത പ്രതിഷേധം വിവിധ കോണുകളിൽ നിന്നുയർന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രൂക്ഷമായ ഭാഷയിലാണ് ഈ തീരുമാനത്തെ വിമർശിച്ചത്. കൂടാതെ NDAയിലെ തന്നെ സഖ്യകക്ഷികളും ഇക്കാര്യത്തിൽ ഭിന്നത അറിയിച്ചുവെന്നാണ് സൂചന. കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ LJPയും JDUവും കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുകൂടി കണക്കിലെടുത്താണ് സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്.